മണ്ണെണ്ണ സബ്സിഡി നിർത്തലാക്കിയതോടെ പ്രതിസന്ധിയിലായ എറണാകുളത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. സബ്സിഡി മുടങ്ങിയതോടെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയിലാണിവർ. അടിയന്തരമായി സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മണ്ണെണ്ണ 10 വർഷം മുമ്പ് നമുക്ക് ആവശ്യത്തിന് മണ്ണ് ലഭിച്ചിരുന്നു. പിന്നെ മണ്ണെണ്ണ അളവ് വെട്ടിക്കുറച്ച് 24,000 കിലോ ലിറ്ററായിരുന്നു. പിന്നീട് അത് 25,000-ആയി, 18,000-ആയി, 12,000-ആയി, 6,000 കിലോ ലിറ്ററായി. ജനങ്ങൾക്ക് വരെ മണ്ണ് കിട്ടാത്ത അവസ്ഥയാണ്. കേന്ദ്ര സർക്കാരാണ് ഒരു ഉൽപ്പാദന മേഖല എന്ന നിലയ്ക്ക് നമുക്ക് മണ്ണ് തരേണ്ടത്. ഒരു ഉൽപ്പാദന മേഖല നമ്മൾ 40,000 കോടി രൂപയുടെ വിദേശനാണ്യം നേടിക്കൊടുക്കുന്ന മേഖലയാണല്ലോ. ആ മേഖലയ്ക്ക് ആവശ്യം മണ്ണ് തരേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനോട് നൽകിയിട്ടില്ല. മണ്ണെണ്ണ സബ്സിഡി നിർത്തലാക്കിയതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപജീവനത്തിന് വഴിയില്ലാത്ത അവസ്ഥയിലാണ്. കരിഞ്ചന്തയിൽ ഡീസലിനേക്കാൾ വില മണ്ണെണ്ണയ്ക്ക് കൊടുക്കേണ്ടി വരുന്നു. ഇതോടെ എഞ്ചിൻ മാറ്റുകയല്ലാതെ ഇവർക്ക് മുന്നിൽ വേറെ വഴിയില്ലാതായി. മണ്ണെണ്ണ സർക്കാരിൻ്റെ സബ്സിഡി ഉണ്ടായിരുന്നു ഈ സമയത്ത്. പറഞ്ഞാൽ ഒരു ഇഞ്ചത്തിന് 25 ഇഞ്ചത്തിനും 40 ഇഞ്ചത്തിന് 15 ഇഞ്ചൻ ഇങ്ങനെയായിരുന്നു നേരത്തെയുള്ള ഓരോ ഇഞ്ചിനുകളും. അപ്പോൾ ആ ഇഞ്ചത്തിൽ സബ്സിഡി പരമായിട്ട് നമുക്ക് അന്ന് 9 രൂപ കൊടുത്താൽ 9 ചില്ലറ കൊടുത്താൽ നമുക്ക് 600 ലിറ്റർ വരെ മണ്ണെണ്ണ കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ സർക്കാർ തന്നില്ല നമുക്ക്. ഇപ്പോൾ കൂടി വന്നാൽ 125 ലിറ്റർ കൂടുതലൊന്നും അതും കിട്ടാൻ 75 ലിറ്റർ കിട്ടുള്ളൂ. അതും വല്ല കാലത്ത് കിട്ടുള്ളൂ. സബ്സിഡികളില്ല. മണ്ണെണ്ണ എഞ്ചിനിൽ നിന്നും പെട്രോൾ എഞ്ചിനിലേക്കുള്ള മാറ്റത്തിനും ചില വേറെയാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തരകന്മാർ ഇത് മറ്റുള്ളവർ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ സാധനങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വള്ളങ്ങൾ ഇതിനെ നിന്ന് പോകുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ നമ്മളെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറില്ല. 30,000 രൂപയോളമാണ് വള്ളം ഇറക്കുന്നതിന്റെ ചെലവ്. ഒരു വള്ളം ഇറക്കിയാൽ കിട്ടുന്നത് മുഴുവൻ ചെറിയ മത്തി. അതിന് കിട്ടുന്ന വിലയോ 25 രൂപ. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ കിട്ടുന്ന മണ്ണെണ്ണ, വെള്ള മണ്ണെണ്ണ അത് ഒറ്റ ദിവസത്തേക്കേ ഒരു മാസത്തിൽ. ബാക്കി ദിവസം മുഴുവൻ കരിഞ്ഞെണ്ണ മേടിച്ച് പ്രവർത്തന ചെലവ് കൂടി കാരണം എല്ലാ വള്ളങ്ങളും കെട്ടിയിട്ടേക്കാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണം. കേന്ദ്ര സർക്കാർ അനുഭവപൂർവ്വ നിലപാട് സ്വീകരിക്കണം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും ഈ കാര്യം നിലപാട് സ്വീകരിക്കണം. ഈ മേഖല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ധനക്ഷാമം മാത്രമല്ല, മത്സ്യബന്ധന മേഖലകളിൽ നിന്ന് മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കവും മത്സ്യത്തൊഴിലാളികൾക്ക് വെല്ലുവിളിയാണ്. എന്നാൽ മത്സ്യമേഖലയിലെ വെല്ലുവിളികളെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന നിലപാടിലാണ് മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിന്റെ കടൽ, പ്രത്യേകിച്ച് തീരക്കടലിൽ നിന്ന് മണ്ണ് ശേഖരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശുദ്ധമായ മണ്ണ് കേരളത്തിന് തീരെ തുറന്നവർ കണ്ടെത്തിയിരിക്കുകയാണ്. 3 ബ്ലോക്ക് മണ്ണ് കൊല്ലത്തിൻ്റെ തെക്കുവശത്ത് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ്. ആ ബയോഡൈവേഴ്സിറ്റി തകർത്തുകൊണ്ട്, ഉൽപ്പാദന മേഖല തകർത്തുകൊണ്ട് ആ മേഖല കൊടുക്കാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കുകയുമില്ല. മത്സ്യബന്ധന തൊഴിലുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് തീരദേശത്തുള്ളത്. അടിയന്തരമായി സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ മീൻപിടുത്ത മേഖല നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയ തലമുറ ഒന്നും ഈ ഫീൽഡിലോട്ട് വരൂല. അത് സർക്കാർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത് എല്ലാ അനുഗ്രഹങ്ങളോടുകൂടി ഞങ്ങളെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ മത്സ്യസമ്പത്ത് നമുക്ക് എന്നും കരക്കൊണ്ടുവരാൻ പറ്റും. സർക്കാരിനും നമ്മളുടെ ഇന്ത്യയിൽ മൊത്തം ജീവിക്കുന്ന ജനങ്ങൾക്കും അതുകൊണ്ട് ഗുണവും. എല്ലാ കാലത്തും പ്രതിസന്ധി നേരിടുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. വഞ്ചി നിറയെ മീൻ കിട്ടിയാലും തീരാത്ത ദുരിതം അനുഭവിക്കുന്നവർ. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ അക്ഷയ്ക്കൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.